എല്ലാവർക്കും കൈവല്യ പീയൂഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാരായണീയ സഹസ്രം എന്ന ഉപാസന തുടങ്ങിയിട്ട് ഇന്ന് നമ്മളിത് 34-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. പാരായണ പ്രഭാഷണങ്ങളിലേക്ക് കടക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുഭ്യോ നമഃ. 4-ാമത്തെ ദശകത്തിലെ 4-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നു. അസ്ഫുടേവ ഭുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തിരസം അന്ധ ആർദ്രതാം ഉദ്വഹമേ ഭവതംഘ്രിചിന്തഃ. തേന ഭക്തിരസം അന്ധ ആർദ്രതാം ഉദ്വഹമേ ഭവതംഘ്രിചിന്തകാഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഈ ചാനലിലെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. ലോകത്തുള്ള എല്ലാ സജ്ജനങ്ങളിലേക്കും എത്തിക്കുക. എല്ലാവരും ഞങ്ങളുടെ ഈ ഉപാസനയ്ക്ക് വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. നിങ്ങൾക്കും ആ പൊന്നു ഗുരുവായൂരപ്പൻ എല്ലാ അനുഗ്രഹവും തന്ന് ഐശ്വര്യവും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണ ഇതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ കുറുവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭവിരാധേശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. 4-ാം ദശകത്തിൻ്റെ 4-ാം ശ്ലോകം ആണ് നമ്മളിന്ന് സ്മരിക്കുന്നത്. അഷ്ടാംഗ യോഗം വിസ്തരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. ആ അഷ്ടാംഗ യോഗത്തിലൂടെയാണ് കടന്നു പോണത്. ഇന്നലെ നമ്മൾ അഷ്ടാംഗ യോഗത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു. ഈ അഷ്ടാംഗ യോഗത്തിൽ 2 തരത്തിലുള്ള ധ്യാനമുണ്ട്. സബീജം, അബീജം, സരൂപം, അരൂപം, സഗുണം, നിർഗുണം. അപ്പോൾ അതിലേതാണ് വേണ്ടതെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അതിനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. കപില മഹർഷി വളരെ വ്യക്തമായിട്ട് അമ്മയ്ക്ക് ഉപദേശിക്കുന്നത് സ്വരൂപധ്യാനമാണ്. അമ്മമാർക്ക് എപ്പോഴും നല്ലത് രൂപത്തോടു കൂടിയ ഭഗവാന്റെ ഒരു സൗന്ദര്യമായിരിക്കുമല്ലോ. അതാണ് സഞ്ചിന്തയേത് ഭഗവതശ്ചരണാര പ്രേക്ഷണീയേഹിതം ധ്യായേൽ ശുദ്ധഭാവേന ചേതസ തസ്മിൻ ലബ്ധവതും ചിത്തം ആകർഷ്യൈകത്ര സംസ്ഥിതം. അംഗേ ഭഗവതോ മുനി മന ഏകത്ര സംയുജ്യാൽ അംഗേ ഭഗവതോ മുനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരംഗത്തിൽ എവിടെയെങ്കിലും ഏകത്ര എന്ന് വെച്ചാൽ ഒരു ദിക്കിൽ ഏകാഗ്രതയോടെ സംയോജിപ്പിച്ചിട്ട് വേണം ധ്യാനിക്കാൻ. അപ്പോൾ ആ ധ്യാനിക്കാനുള്ള രൂപത്തെ ആദ്യം ധാരണയിൽ തന്നെ പറഞ്ഞു കേൾപ്പിക്കും. ധാരണയിൽ ഭഗവാന്റെ ശ്രീശുകൻ അവിടെ ദ്വിതീയ സ്കന്ധത്തിലെ ധാരണ, അതാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയണത്. ദ്വിതീയ സ്കന്ധത്തിലെ ധാരണയിൽ ശ്രീശുകൻ ഉപദേശിക്കുന്ന രൂപം പാതാളമേതസ്യ പാദമൂലം പഠന്തി പാർഷ്ണിപ്രപതേര സാതലം എന്നിങ്ങനെ പാതാളം ഭഗവാന്റെ പാദത്തിൻ്റെ അടിത്തട്ടായി അതിന് മുകളിലേക്ക് ഇങ്ങനെ കയറി
സത്യലോകത്തിലേക്ക് ഭഗവാന്റെ ശിരസ് എത്തുന്ന ഒരു എല്ലാവർക്കും അറിവുള്ള ഒരു വിരാട് പുരുഷൻ്റെ വർണ്ണനയാണ് ധാരണയായിട്ട് ശ്രീശുകൻ പരീക്ഷിത്തിന് അത് മതി. പരീക്ഷിത്ത് ആ ഒരു നിലവാരത്തിലെത്തിയ ആളാണ്. അപ്പോൾ പരീക്ഷത്തിൻ്റെ ധാരണ അതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ധാരണ ഏതാ? നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ ഇതൊക്കെ സത്യമാണെന്നാ. മനോധാരണയായാലും ഇനി നമ്മളുടെ രൂപത്തിനെ കുറിച്ചിട്ടുള്ള ധാരണയായാലും അതാണ് പലരും ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം മുട്ടുന്നത്. എന്തിനാ ഭഗവാന്റെ ഓടക്കുഴൽ? ഇങ്ങനൊരു ഈശ്വരനുണ്ടോ? മയിൽപ്പീലി വെച്ച്, പൊന്നിൻ കിരീടം വെച്ച്, പീതാംബരം, നീല നിറം, അങ്ങനെയുള്ള ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ആൾക്കാരെ കാണാറില്ലേ? അവരോട് ഉത്തരം മുട്ടണത് ഭഗവാന്റെ രൂപത്തിൻ്റെ പ്രാധാന്യം, ആ അംഗോപാംഗങ്ങളുടെ പ്രാധാന്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആ അംഗോപാംഗങ്ങളുടെ മാധുര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഉണ്ടായിരിക്കും. അതായത് ശംഖ, ചക്രം, പീതാംബരം, ശരീരം ശ്യാമം, കാർക്കൂന്തൽ, പൊന്നിൻ കിരീടം, ഗോപിക്കുറി. ഇപ്പം ശംഖ ചക്ര ഉണ്ടല്ലോ, അരി, ഗദ. അപ്പോൾ ആ തരത്തിലുള്ള ഓരോന്നിനും ഓരോ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിലാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം നമ്മളിൽ നിന്ന് വരും. ഒരാൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം അതിൽ പറയാൻ പറ്റും. അപ്പോൾ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം. അതെങ്ങനെയാണ് രാധയെ പോലും മോഹിപ്പിച്ചത്? ആ മന്ദഹാസം. രാധ തന്നെയാണ് ഭഗവാന്റെ മന്ദഹാസം. ധാരണ ചെയ്യുന്ന രൂപം അമ്മ കപില മഹർഷി അമ്മ ദേവഹൂതിക്ക് ഉപദേശിക്കുമ്പോൾ അവിടെ ധാരണ ചെയ്യേണ്ട രൂപം വളരെ മനോഹരനായ ഭഗവാന്റെ ഒരു രൂപത്തെയാണ്. പ്രസന്നവദനാംഭോജം പത്മപത്രാരുണക്ഷണം നീലോൽപലദളശ്യാമം എന്നൊക്കെയാണ് ഉപദേശിച്ചിരിക്കുന്നത്. കൃത്യമായി ഒരാളുടെ സൗന്ദര്യം, ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം, ജഗദീശ്വരൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം, അതാണ് ദേവഹൂതിയിലേക്ക് പകർന്നു കൊടുത്തത്. അപ്പോൾ ദേവഹൂതി ധാരണ ചെയ്യുമ്പോൾ പാതാളം, ഭ്രൂ അല്ലെങ്കിൽ ഭൂമി, സത്യലോകം, പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അംഗോപാംഗങ്ങളായി ചിന്തിക്കേണ്ട ഒരവസ്ഥ ദേവഹൂതിക്കില്ല. മകനായി തന്നെ മുന്നിൽ കിട്ടിയ അമ്മയ്ക്ക് ഭഗവാൻ ഉപദേശിക്കുന്നത് തന്നെ ഉപദേശിക്കുകയാണ് ധാരണ ചെയ്യാൻ. തന്നെ വൈഷ്ണവ രൂപത്തെ ഉപദേശിക്കുന്നു. അപ്പോൾ ധാരണ എന്നുള്ളത് 6ാമത്തെ ഘട്ടമാണ്. ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ ധാരണയെക്കുറിച്ചാണ് ഒരു ധാരണ ഉണ്ടാക്കുന്നത്. 6ാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ ഈ 5 ഘട്ടങ്ങളെ കാലാനുസൃതമായി ചെയ്യണം. പുഷ്ടയ എന്ന് പറഞ്ഞത് മറക്കരുത്. ഓരോ ഘട്ടങ്ങളെയും പുഷ്ടിപ്പെടുത്തി വേണം, ബലപ്പെടുത്തി വേണം വരാൻ. അത് മനഃപൂർവ്വം ചെയ്യണം. മനഃപൂർവ്വം ചെയ്തില്ലെങ്കിൽ, യാദൃശ്ചികമായിട്ടോ ഉപദേശപ്രകാരമോ ചെയ്താൽ അതിന് ആഴം ഉണ്ടാവില്ല. അപ്പം നല്ല വ്യക്തമായ ധാരണയോടെ തന്നെ ധാരണയിലേക്ക് എത്തിച്ചേരണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ഈ 5 സ്റ്റെപ്പുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിലൂടെയെല്ലാം മനസ്സ്, ബുദ്ധി, ശരീരം, വായു ഇതിനൊക്കെ ജയിച്ചു കഴിഞ്ഞു ഈ 5 ഘട്ടങ്ങളിലൂടെ. അത് ജയിച്ചാൽ മാത്രമേ പിന്നീട് ധാരണ ചെയ്യാനുള്ള അല്ലെങ്കിൽ പിന്നീട് ധാരണ ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ. അതിനെയൊക്കെ ജയിക്കണം. അത് ജയിച്ചവനായി തീരാൻ കാലങ്ങൾ എടുക്കും ഒരു പക്ഷെ. ഇന്നലെ ഞാൻ പറഞ്ഞു, ചെറുപ്പകാലത്ത് തന്നെ ഇത് ശീലിക്കണം. മനഃപൂർവ്വം ഇത് ആചരിക്കണമെങ്കിൽ ഇത് നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് എത്തിക്കണം. 10-35 വയസ്സ് കഴിഞ്ഞ് ഭാഗവതത്തിന് മുമ്പിലെത്തി ഭാഗവതം കേട്ട് ഇനി യമനിയമങ്ങളെ
നടക്കില്ല എന്നല്ല, അത് ഭഗവാന്റെ അനുഗ്രഹം. തവ കരുണ യാവതുദിയാൽ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നടക്കും. പക്ഷെ ആ നിഷ്ഠ വേണം. ഈ അനുഭവങ്ങളെ മുഴുവൻ ആധ്യാത്മികമായി ശീലിച്ച ആൾക്ക്, അനുഭവങ്ങളെ മുഴുവൻ ആധ്യാത്മികമായി ചിന്തിച്ച ആളിന് എളുപ്പം സാധിക്കും. പക്ഷേ അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. സാധനാമാർഗങ്ങൾ എന്തായാലും തന്നെ തുടർന്നു പോകാൻ ഭഗവത് കാരുണ്യം, ഭഗവത് പ്രേമം, ഇങ്ങോട്ടും ഭഗവാന് പ്രേമം ഉണ്ടാവാതെ നിവൃത്തിയില്ല. ആ അനുഗ്രഹമില്ലാതെ സാധിക്കില്ല. അപ്പോൾ ഗൃഹസ്ഥന്മാരായിട്ട് ജീവിക്കുന്ന സമയത്ത് ഭാഗവതം കേട്ട് നാരായണീയം കേട്ട് എനിക്ക് യമനിയമങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ ലൗകികേന സാമാന്യേന നമ്മൾ ഇല്ല എന്നാണ് ഉത്തരം പറയുക. അതിനൊരു അസാമാന്യത്വം വരും എപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ. ഇപ്പം യമം എന്നുള്ളത് നമ്മൾ 10-35 കൊല്ലമായിട്ട് ശീലിക്കാത്തതാണ്. യമത്തിലെ ആദ്യത്തെ സ്വഭാവം തന്നെ സത്യം എന്ന സ്വഭാവം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ യൗവനമൊക്കെ പിന്നിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇതിലൂടെ വീണ്ടും ഓരോന്നായി ചെയ്ത് പക്ഷെ ഒരു ഗുണമുണ്ട്. ഭഗവത് അനുഗ്രഹം കൊണ്ട് ഇതിനെ ആചരിക്കാനുള്ള ശേഷി ഉണ്ടായാൽ ഏതൊരു ചെറിയ കുട്ടിയും ആചരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആചരിക്കാൻ സാധിക്കും, അനുഭവജ്ഞാനം ഉള്ളതുകൊണ്ട്. അനുഭവങ്ങളിൽ നിന്ന് ഇതെല്ലാം ത്യജിക്കേണ്ടതാണെന്നും ഇതൊക്കെ ത്യജിക്കാനുള്ള ശേഷി ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു യുവാവിനോ യുവതിക്കോ മധ്യവയസ്കനോ മധ്യവയസ്കയ്ക്കോ അത് സാധിച്ചാൽ, പക്ഷെ അത് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കണം. ആ ഭഗവത് പ്രാർത്ഥന നിമിത്തം യമനിയമ ചര്യകളിലൂടെ പോകാൻ സാധിച്ചാൽ ധാരണ, ധ്യാനം, സമാധി അത് മൂന്നും പ്രാപ്യമാണ്. അതാണ് സാമാന്യേന എന്ന് പറയാൻ കാരണം. സാമാന്യേന ലൗകിക വിചാരം മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, ഇനി കപില മഹർഷിയിൽ നിന്ന് എത്രയെല്ലാം സ്വാധീനമുണ്ടായാലും, ഭട്ടതിരിപ്പാടിൽ നിന്ന് എത്രയെല്ലാം സ്വാധീനമുണ്ടായാലും ഇതെനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ട ആവശ്യമില്ല. അവരുടെ സ്വാധീനത്താൽ നമ്മൾ വിചാരിക്കുന്നു അവർ പറഞ്ഞ അഷ്ടാംഗ മാർഗം എനിക്കൊന്ന് ഒരു കൈ നോക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ആശ്രയിക്കേണ്ടത്, അതിനൊരു കാര്യം ചെയ്താൽ മതി. അതിനാദ്യം ധ്യാനം എന്ന അവസ്ഥയെ ശീലിക്കുക. ഈ ധ്യാനത്തിലൂടെ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ബാക്കി എല്ലാ സ്വഭാവങ്ങളും ക്രമത്തിൽ ഇതിലൂടെ ഉണ്ടാവണമെന്ന്. അപ്പോൾ ഭഗവത് അനുഗ്രഹത്താൽ അത് സാധിക്കും. അപ്പം ധ്യാനത്തിലൂടെ തന്നെ തുടങ്ങിയാൽ ഒരുപക്ഷെ വ്യത്യാസം വരും. നേരെ മറിച്ച് യമം നിയമം എന്നുള്ളതിൽ നിന്ന് തുടങ്ങാൻ ഒരു സുപ്രഭാതത്തിൽ ശീലിക്കാവുന്നതല്ലല്ലോ അത് കുടുംബാംഗങ്ങളോ സമൂഹത്തിലുള്ള മറ്റുള്ളവരോ അംഗീകരിക്കില്ല. നേരെ മറിച്ച് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങാവുന്നതാണ് ധ്യാനം. ആ ധ്യാനത്തിലൂടെ നമ്മൾ ഭഗവാൻ അർപ്പിക്കുക, ഈ ബാക്കി സ്റ്റെപ്പുകളൊക്കെ എനിക്ക് വഴങ്ങണേ, എത്രയും പെട്ടെന്ന് അത് സ്വാധീനമാവണേ, എത്രയും പെട്ടെന്ന് അതിലൂടെ ജീവിക്കാനുള്ള പ്രചോദനം, ശക്തി അത് അവിടുന്ന് നൽകണേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ ഈ ക്രമങ്ങളൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടുണ്ടാവില്ല, അറിയാതെ നമ്മളിലേക്ക് ഈ ക്രമം വരും. ധ്യാനിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന അവസ്ഥ എന്താണ്? സുധി ആണ്. സുധി എന്ന് പേരല്ല, ബുദ്ധി, നല്ല സദ്ബുദ്ധി ഉണ്ടായി തീരുക ചെയ്യുക ധ്യാനിക്കുമ്പോൾ. സദ്ബുദ്ധികളിലൂടെ നമ്മളുടെ ജീവിതചര്യകളിൽ യമനിയമങ്ങളൊക്കെ പാലിക്കാൻ സാധിക്കും. ആദ്യം വീണ്ടും പറയുന്നില്ല എന്തൊക്കെയാണ് യമനിയമങ്ങളെന്ന്. അപ്പോൾ ആസനം, ധ്യാനത്തിന് ആദ്യം വേണ്ടത് ആസനജയമാണല്ലോ, അത് തന്നെ ഉണ്ടായിക്കോളും ധ്യാനിക്കാൻ തീരുമാനിച്ചാൽ. പ്രാണായാമം ചെയ്യാൻ സാധിക്കും, പ്രത്യാഹാരം സാധിക്കും. ധ്യാനത്തിൻ്റെ സമയത്ത് പ്രത്യാഹാരമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇനി ചെറുപ്പാവാൻ പറ്റില്ല, ഇനി ഒരു ജന്മം കാത്തിരിക്കാൻ വയ്യ. അപ്പോൾ ഈ യമനിയമ ആസന പ്രാണായാമങ്ങളൊക്കെ ധ്യാനത്തിൽ നിന്ന് ആരംഭിച്ച്
കീഴ്പോട്ട് വരിക. കീഴ്പോട്ട് വരാൻ സാധിക്കില്ല. ധ്യാനത്തിൽ നിന്ന് ഈ യമനിയമങ്ങളെ ക്രമത്തിൽ ഒരു ധ്യാനം ശീലിച്ചു കഴിഞ്ഞാൽ ബുദ്ധി നേരെയായി ബാക്കി എല്ലാ സദ്ഗുണങ്ങളും തനിയെ പിന്നാലെ വന്നോളും. ഇപ്പം ഞാനൊക്കെ വിചാരിക്കാറുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരുപാട് യോഗികൾ അല്ലെങ്കിൽ ഇനി യോഗ ആചാര്യന്മാർ, അവർ ധ്യാനിക്കും. അവർ ഒരുപാട് നേരം വെറുതെ വർത്തമാനം പറഞ്ഞ് കഴിക്കില്ല. സമയം കിട്ടുമ്പോഴൊക്കെ അവർ മെഡിറ്റേഷനിൽ ഇരിക്കുന്നതാണ്. ഞാൻ വിചാരിക്കുക എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യണത് എന്നിങ്ങനെ വിചാരിച്ചിരുന്നു ഞാൻ. ഈ നിമിഷം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് എനിക്കതിൻ്റെ ഉത്തരം കിട്ടിയത്. ഒരുപക്ഷെ ഭഗവാൻ തോന്നിപ്പിച്ചതായിരിക്കും. ഈ ധ്യാനത്തിൽ നിന്നാണ് ഒരു ഗൃഹസ്ഥന് 10-40 കൊല്ലോ 35 കൊല്ലോ ഭൗതികമായി ജീവിച്ച ഒരാൾക്ക് ഈ യമനിയമങ്ങൾ അപ്രാപ്യമാണ് ആചരിക്കാൻ. പക്ഷേ ഈ ധ്യാനത്തിലൂടെ പരോക്ഷമായി നമുക്ക് യമനിയമങ്ങൾ തനിയെ സ്വാഭാവികമായ ആ ഒരു ജീവന ശൈലിയിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ കഴിഞ്ഞുപോയ 5 സ്റ്റെപ്പുകൾ. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ധ്യാനത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ഉത്തമം. പക്ഷേ എന്തിനാണ് പതഞ്ജലി മഹർഷി ഇവിടുന്ന് ഇത് അങ്ങോട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും ഈ ഭഗവത് അനുഗ്രഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും ഈ കർമ്മവാസനകൾ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. എല്ലാവരും ഈ മാർഗത്തിലൂടെ തന്നെ ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം യമനിയമചര്യകളൊക്കെ അടുത്ത തലമുറയ്ക്കെങ്കിലും നമ്മൾ അതാത് കാലത്ത് കൊടുക്കുക. നുണ പറഞ്ഞാൽ അതിനെ ഒരു നിസ്സാരമാക്കി എടുക്കാതെ നുണ പറയരുത് എന്നവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റൊരാളുടെ കളിപ്പാട്ടം പോലും അവർ മോഹിക്കുന്ന സമയത്ത് അത് പാടില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക. ഇതൊക്കെ നിയമങ്ങളായി. നിയമങ്ങൾ പിന്നെ നമ്മുടെ കാരണവന്മാർ പണ്ട് ചെയ്തിരുന്നു, ഇപ്പോഴും പലരും ചെയ്യിക്കുന്നൊക്കെ ഒക്കെ ഉണ്ട്. രാവിലെയും വൈകുന്നേരം അറ്റ്ലീസ്റ്റ് അവരെ കുളിപ്പിച്ച് നാമം ജപിപ്പിക്കുക, നമസ്കരിപ്പിക്കുക. ഇത് നിയമങ്ങൾ. പിന്നെ ഇരുത്തി ജപിപ്പിക്കുക. അപ്പോൾ ഒരു ആസന ജയം വരും. അവർ മിണ്ടാതിരിക്കുന്നില്ല ചിലപ്പോൾ, പക്ഷേ കുറേ കഴിഞ്ഞാൽ അവർ മിണ്ടാതിരുന്നോളും. വർത്തമാനം പറഞ്ഞുകൊണ്ട് നാമം ജപിക്കുമ്പോൾ മിണ്ടാതിരിക്കണമെന്ന് പറയാം. അപ്പം മൗനം ആസനജയം അവിടെ വരും. ക്രമത്തിൽ പിന്നീട് അവർ വരും. പ്രാണായാമം അതൊക്കെ അവർ ചെയ്തോട്ടെ വേണമെങ്കിൽ. പിന്നെ കുറച്ചൊരു പ്രായം എത്തുമ്പോഴാണ് പ്രാണായാമം പ്രത്യാഹാരവും ധാരണയൊക്കെ വരിക. പക്ഷെ അവർക്ക് ബാക്കി 3 ഗുണങ്ങളുള്ളത് കാരണം ഇത് എളുപ്പം പ്രാപിക്കാൻ സാധിക്കും. നമ്മളെപ്പോലെ അവർക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ രീതിയിലാണ്, അതാണ് പതഞ്ജലി മഹർഷി അല്ലെങ്കിൽ ഇവിടെ അഷ്ടാംഗയോഗം എന്ന മഹത്തായ ഒരു പദ്ധതി ഉണ്ടായത്. ഈ മാർഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് വിഷമിക്കരുത് ആരും. നമുക്കും സഞ്ചരിക്കാം. അത് പ്രായോഗികമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ധ്യാനത്തിൽ നിന്ന് നമ്മൾ യമം തുടങ്ങാൻ വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് നോക്കിയാൽ ചെയ്യാം. ഈ അഷ്ടാംഗയോഗം ഒരു യോഗം ഇല്ലാത്ത ആളാണ് ഞാൻ എന്ന് വിചാരിച്ച് യോഗങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് വേണ്ടാന്ന് നോക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ക്രമം അക്രമമായി അക്രമം ചെയ്യുക എന്ന് വെച്ചാൽ ധ്യാനം തന്നെ തുടങ്ങുക ആദ്യം. മെഡിറ്റേഷൻ എന്ന് പറയാറുണ്ടല്ലോ, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ കൂടിയാണ് ഇപ്പോൾ. അതൊരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട് ആളുകൾക്ക്. ആ ശൈലി നല്ലതാണ്, പക്ഷേ ഇതൊക്കെ ധരിച്ചുകൊണ്ട് ശീലിക്കണം. ഇത് ധരിച്ചുകൊണ്ട് ശീലിക്കാറായാൽ നന്നായി ആ ശൈലി. അപ്പോൾ ധ്യാനത്തിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് ഏറ്റവും ഗുണകരമായിട്ട് മാറും. ഇത് ഏറ്റവും പ്രായോഗികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. തെറ്റിദ്ധരിക്കരുത്. ഇതിനൊരു വിപരീത രൂപത്തിൽ ആചരിക്കണം എന്ന് നിർബന്ധിക്കില്ല. ഇന്ന് ഒരുപാട് ആളുകൾ ഈ മേഖലയിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സത്യമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് പേര് ഹോമാദികൾ ചെയ്ത് ജപങ്ങൾ ചെയ്ത് ഒക്കെ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ധ്യാനത്തിലൂടെ തുടങ്ങാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അവരൊക്കെ പക്വമതികളായിട്ടുള്ള ആൾക്കാരാണ്, ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഏതായാലും ഇന്നത്തെ 4ാമത്തെ ശ്ലോകം. അസ്ഫുടേ വപുഷിതേ പ്രയത്നത
അത് തന്നെ ക്ലിയറായി കഴിഞ്ഞു. എന്ന് വെച്ചാൽ അസ്പഷ്ടം എന്നാണല്ലോ തുടങ്ങിയത് ഭട്ടതിരിപ്പാട്. സ്പഷ്ടമല്ലാത്തത്, സ്ഫുടമല്ലാത്തത് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ്. സ്ഫുടം എന്ന് വെച്ചാൽ ഏറ്റവും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയെ ആണ് സ്ഫുടം എന്ന് പറയുക. ഏത് കാര്യം ചെയ്യുമ്പോഴും സ്ഫുടമായി എന്ന് പറയാറുണ്ടല്ലോ. അസ്ഫുടം എന്ന് വെച്ചാൽ സ്ഫുടമല്ലാത്തത്, അസ്പഷ്ടമായത്, സ്പഷ്ടമല്ലാത്തത്. അസ്ഫുടേവ പുഷിതേ, അങ്ങനെയുള്ള അവിടുത്തെ ശരീരത്തിൽ പ്രയത്നം കൊണ്ട്, കാരണം അനവധികാലത്തെ നേരത്തെ പറഞ്ഞില്ലേ ആ പ്രയത്നങ്ങളെ കൊണ്ട്, പുഷ്ടയ എന്ന് പറഞ്ഞതിന് മറ്റൊരു രൂപമാണ് പ്രയത്നത എന്നുള്ളത്. ധാരയേമധിഷണാം മുഹുർമുഹു, ധാരണ, ആറാമത്തെ ഘട്ടമായിട്ടുള്ള ധാരണയാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയണത്. ധാരയേമ, ധരിക്കും. ധിഷണാം മുഹുർമുഹു, ഈ മുഹുർമുഹു എന്ന് പ്രയോഗിക്കാൻ കാരണം ഏറ്റവും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനഃപൂർവ്വം. ധിഷണ എന്ന് വെച്ചാൽ ബുദ്ധിയാണ്. ഒരിക്കലും അനുസരിക്കുന്ന സ്വഭാവം ഉള്ള കൂട്ടത്തിലല്ല ഈ ബുദ്ധി. ആ ബുദ്ധിയെ പിടിച്ചു നിർത്തി. മുഹുർമുഹു എന്ന് പറയാൻ കാരണമുണ്ട്. ഒരിക്കൽ പിടിച്ചു നിർത്തിയാൽ വീണ്ടും അത് തെറ്റിപ്പോവും. പുരഞ്ജനോപാഖ്യാനം എന്നൊരു മനോഹരമായിട്ടുള്ള ആഖ്യാനത്തിൽ ശ്രീനാരദൻ ജീവന്റെ ഭാര്യയായിട്ടാണ് ബുദ്ധിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമിക്കും തോറും അകലുന്ന ഒരു പ്രതിഭാസമാണ് അത്. ബുദ്ധി അതുപോലെയാണ്. വശത്താക്കാൻ ശ്രമിക്കും തോറും കൈ തട്ടിക്കുടഞ്ഞ് ഓടിപ്പോകുന്ന ഒരു സ്വഭാവമാണ് ബുദ്ധിക്കും ഉള്ളത്. അപ്പോൾ ബുദ്ധി അത് ഒരിക്കൽ ഏകാഗ്രതയോടുകൂടി ബലമായിട്ട് പിടിച്ചു കൊണ്ടുവന്നാൽ തന്നെ അങ്ങനെ ബലമായി നിർത്താൻ സാധിക്കില്ല എന്ന് ബുദ്ധി സ്വയം വിചാരിക്കുന്നു. അപ്പോൾ ആ ബുദ്ധിയെ സ്വയം നിലനിർത്താൻ ഉള്ള കഠിനമായിട്ടുള്ള പ്രയത്നം, മുഹുർമുഹു എന്ന് പറയാൻ കാരണം വീണ്ടും വീണ്ടും വേണ്ടി വരും. ഒരിക്കൽ പിടിച്ചു നിർത്തിയാൽ അകന്നു പോവും, വീണ്ടും പിടിച്ചു നിർത്തണം. ധാരയേമ, ഞാൻ ധരിച്ചിരിക്കും. അപ്പം അവിടുത്തെ വപുസ്സിൽ, അസ്ഫുടമായ വപുസ്സിൽ സ്വതവേ രൂപമില്ലാത്ത അവിടുത്തെ ആ വപുസ്സിൽ, ഇവിടെ രൂപമില്ലാത്ത രൂപത്തെക്കുറിച്ചാണ് നേരത്തെ നമ്മൾ സംസാരിച്ചത്. ദേവഹൂതിക്ക് ഉപദേശിച്ചത് സരൂപധ്യാനമാണ്. ഇവിടെ അരൂപധ്യാനം തന്നെയാണ് ഭട്ടതിരിപ്പാട് വ്യക്തമായിട്ട് പറയണത്. അസ്ഫുടേ തവ വപുഷി തേ, അവ രൂപമില്ലാത്ത അവിടുത്തെ ആ രൂപത്തിൽ വളരെ പ്രയത്നത്തോടു കൂടി എൻ്റെ ബുദ്ധിയെ വീണ്ടും വീണ്ടും ഞാൻ ധരിക്കും, അല്ലെങ്കിൽ സമർപ്പിക്കും അവിടുത്തെ രൂപത്തിൽ. കാരണം ഒരിക്കൽ സമർപ്പിച്ചാൽ ചാടിപ്പോവും. അപ്പോൾ വീണ്ടും പിടിച്ച് കെട്ടി കൊണ്ടുവന്ന് വീണ്ടും സമർപ്പിക്കും. അതാണ് മുഹുർമുഹു എന്നുള്ളതിൻ്റെ അർത്ഥം. തേന ഭക്തിരസമന്തരാർദ്രതാം. അതുകൊണ്ട് എനിക്ക് സിദ്ധിക്കാൻ പോകുന്ന സ്വഭാവം, ആനന്ദം എന്താണത്? അത് മറ്റൊന്നുമല്ല, തേന എന്ന് വെച്ചാൽ അതുകൊണ്ട്, ആ പ്രവൃത്തിയാൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഭക്തിരസം അന്തരാർദ്രതാമുദ്വഹേമ എന്നുവെച്ചാൽ, ധാരണ മുഹുർമുഹു എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അസ്പഷ്ടമായിട്ടുള്ള അവിടുത്തെ രൂപത്തെ ധ്യാനിക്കുമ്പോഴും ഒരു രൂപത്തിനോട് ഒരു പ്രേമം ഉണ്ടാവും. രൂപമില്ലാത്ത ആ രൂപത്തിനോട് ഒരു പ്രേമം എനിക്കുണ്ടായിരിക്കും. അവിടുത്തെ ശക്തിയോട്, ഭാവത്തോട് എൻ്റെ പ്രേമം, അതിൽ നിന്ന് ഭക്തിരസം ഉണ്ടാകും. ആ ഭക്തിരസം ഉണ്ടാകുമ്പോൾ അന്തരാർദ്രതാം, ചിത്താർദ്രീഭാവം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അന്തരാർദ്രത എന്നുള്ളതിനെ കുറച്ചുകൂടി വിശാലമാക്കുകയാണെങ്കിൽ അന്ധക്കരണ ആർദ്രത, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇതിൽ സ്വതവേ ചിത്താർദ്രീഭാവം മാത്രമേ ഭട്ടതിരിപ്പാട് ഇതേവരെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും
ബാക്കി 5 ഘട്ടങ്ങളിലൂടെ ശുദ്ധീകരിച്ചു കഴിഞ്ഞു. അന്ധക്കരണ ആർദ്രതയാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ ഈ ആർദ്രത വരണമെങ്കിൽ നിർഗുണാവസ്ഥ വരണം. അപ്പോൾ ബുദ്ധിയായാലും മനസ്സായാലും ഇതാ ആർദ്രത വന്നു കഴിഞ്ഞു. ധാരണയിലൂടെ ബുദ്ധിയെയും പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ധക്കരണങ്ങൾക്ക് കൊടുക്കുന്ന ആർദ്രത ഇപ്പം ആർദ്രതയല്ല, ഇപ്പം അത് സഗുണമാണ്. മനസ്സായാലും ബുദ്ധിയായാലും അഹങ്കാരമായാലും, അഹങ്കാരം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നാടൻ അഹങ്കാരമല്ല, അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാവത്തിലുള്ള അഹങ്കാരം. അഹം ബ്രഹ്മാസ്മി എന്ന ഭാവം പോലും, അതിനെ എന്താ പറയുക, ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള ഭാവം പോലും ഉപേക്ഷിക്കണം. അപ്പോൾ അതിനെയാണ് അഹങ്കാരം എന്ന് പറയുക. അഹങ്കാരത്തിനെ ഇനി നാടൻ ഭാഷയിലുള്ളതല്ല എന്ന് പറയാൻ കാരണം, ഒരു ബുദ്ധിയുടെ ഭാവമല്ല അഹങ്കാരം, എന്നാൽ ബുദ്ധിയുടെ ഭാവമാണ്. പക്ഷെ ആ ബുദ്ധിയുടെ ഭാവം കൊണ്ട് ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് ചെറിയമ്മ, ഇത് ചെറിയച്ഛൻ എന്നുള്ള നമ്മളുടെ ഒരു അഹങ്കാരം, ഒരു മേൽവിലാസം സ്വയം കൽപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് അഹങ്കാരം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ബുദ്ധി, മനസ്സ്, അഹങ്കാരം ഇത് ഏതായാലും കലുഷിതമാണ്. സ്വാഭാവികേന ഇത് കലുഷിതമാണ്, സ്വഭാവേന കലുഷിതമാണ്. അപ്പോൾ കലുഷിതം ഇല്ലാതെയാവാൻ എന്ത് ചെയ്യണം? ഇതിനു മുമ്പുണ്ടായ 5 ഘട്ടങ്ങളെ അതിലൂടെ ഞാൻ മനസ്സിനെ ശുദ്ധീകരിച്ച് ബുദ്ധിയെയും ശുദ്ധീകരിക്കാൻ ധാരണ ചെയ്യും. അഹങ്കാരത്തെ ശുദ്ധീകരിക്കാൻ ബുദ്ധി കൊണ്ട് സാധിക്കും. ബുദ്ധി ശുദ്ധമായാൽ അഹങ്കാരം എന്ന ഭാവം ഇല്ലാതെയാവും. ബുദ്ധി ശുദ്ധമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നാള്, ഇന്നാളുടെ ബന്ധു, ഇന്നാളുടെ ശത്രു എന്നുള്ള ഭേദം വരണത്. ആ ബുദ്ധി ശുദ്ധമായി കഴിഞ്ഞാൽ അഹങ്കാരം ഇല്ലാതെയോ. അപ്പൊ അന്തരാർദ്രത, ചിത്താർദ്രീഭാവം എന്ന് ആദ്യം പറഞ്ഞുവെങ്കിൽ ഭക്തിക്ക് ചിത്താർദ്രീഭാവം മാത്രം മതി. സാമാന്യേന ഒരു ഭക്തന് അന്ധക്കരണങ്ങൾ മറ്റൊന്നും ജയിക്കാൻ സാധിക്കില്ല, അതിനുള്ള ആചാരണമൊന്നുമില്ല. അവനവിടെ കൊണ്ടുവരണത് ചിത്താർദ്രീഭാവമാണ്. ഭഗവത് പ്രേമത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരലാണ് അവൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ അവൻ്റെ കടമ. അതോടുകൂടി ചിത്താർദ്രീഭാവം ഉണ്ടാവും. യോഗിയായ ഒരാൾക്ക്, അഷ്ടാംഗ യോഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരുവന് ചിത്താർദ്രീഭാവം അത് ഉണ്ടാക്കി എടുക്കേണ്ട, അല്ലെങ്കിൽ അത് ചിത്താർദ്രീഭാവം ഉണ്ടായാലേ ബാക്കി എല്ലാ ഭാവങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 3 കരണങ്ങളെ മാത്രമേ ശുദ്ധീകരിക്കാവുള്ളൂ. അന്തരാർദ്രത എന്നുദ്ദേശിച്ചത് അന്ധക്കരണ ആർദ്രത. ഉദ്വഹേമ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാലോ, ഉദ്വഹേമ എന്ന് വെച്ചാൽ ഉയർത്തിക്കൊണ്ടുവരും എന്നർത്ഥം. ഉദ്വഹിക്കും, ഉയർത്തിക്കൊണ്ടുവന്ന് ധാരണയിലേക്ക് ഞാൻ എത്തിക്കും. എൻ്റെ ബുദ്ധിയെ ശുദ്ധമാക്കി. അതെങ്ങനെ? ഭവദംഘ്രി ചിന്തകാഹ. ഇപ്പം രൂപമില്ലാത്തവനെ എങ്ങനെയാ അഘ്രി കൽപ്പിക്കുക എന്നാണ് ചോദ്യം. രൂപമില്ലാത്തവനെന്ന് പറഞ്ഞല്ലോ, അസ്പഷ്ടമാണ് എന്ന് പറഞ്ഞല്ലോ. അസ്പഷ്ടം എന്നുള്ളതിന് അരൂപം എന്ന് കൽപ്പിച്ചാലും, നീ രൂപങ്ങളിൽ അസ്പഷ്ടത അങ്ങനെയും കൽപ്പിക്കാം. ഭഗവത് തൃപ്പാദത്തെ കാണാൻ സാധിക്കാത്ത വസ്തുവായിട്ട് ചിത്രീകരിക്കുന്നു ഭട്ടതിരിപ്പാട്. ഇപ്പം ഭവത് അഘ്രി ചിന്തകാഹ, രൂപമില്ലാത്ത സമഷ്ടി രൂപത്തിലുള്ള അവിടുത്തെ അഘ്രിയെ ചിന്തിക്കുന്നു എന്ന് അതിനെ വ്യാഖ്യാനിക്കാം നമുക്ക്. അല്ല, രൂപമില്ലാത്ത അവിടുത്തെ മനോഹരമായ കപില മഹർഷി ഉപദേശിച്ച ആ ചരണാരവിന്ദത്തെ ഞാൻ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇവിടെയൊക്കെ ഞങ്ങളാണ് കേട്ടോ. എല്ലാം ഞാനൊക്കെ മാറ്റി 3 ദശകങ്ങളിലെ ഞാൻ എനിക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേർന്നു ഭട്ടതിരിപ്പാട് 4ാമത്തെ ദശകമാകുമ്പോഴേക്കും. ഒക്കെ വയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നവരുടെ അവസ്ഥ പറയാണ്. ഇത് ചെയ്യുന്നവർക്ക് ലഭിക്കും, ബഹുവചനം കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഭവദംഘ്രി ചിന്തകാഹ, ചിന്തകന്മാരായിട്ട് മാറും, ചിന്തയെ ചെയ്യുന്നവരാവും. അവിടുത്തെ അഘ്രിയെ മാത്രം ചിന്തിച്ചുകൊണ്ട് എന്ന് അതിൻ്റെ വ്യഷ്ടിയായിട്ട് പറഞ്ഞാൽ കപില മഹർഷി ഉപദേശിച്ച ഭഗവത് തൃപ്പാദം, സമഷ്ടിഭാവത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ തന്നെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ധാരണയുടെ പ്രത്യേകത ചിന്തനം ആണ്. ആ ധാരണ ചെയ്യുന്ന ബുദ്ധിയാൽ അവിടുത്തെ പാദത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ആർദ്രഭാവത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങോട്ട്
ഇനി മറ്റൊരു ഭാവത്തിലേക്ക് ഒരിക്കലും ബുദ്ധിയോ മറ്റു കരണങ്ങളോ പോകാത്ത അവസ്ഥയിലേക്ക് ഉയർത്തും. ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഗുണം അതാണ്. നമ്മൾ കേവലം അഭ്യസിച്ചാൽ മാത്രം പോരാ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 1, 2, 3, 4 ക്ലാസ്സുകൾ ഉയർത്തിക്കൊണ്ടുവരാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അഭ്യാസ ബലത്തിലൂടെ ഇതിൻ്റെ ശക്തി അത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും എന്ന് പറയുകയാണ്. ഭവദംഘ്രി ചിന്തകാഹ, അതെങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരിക? അവിടുത്തെ പാദങ്ങളെ ചിന്തിച്ചുകൊണ്ട്. ഭവദംഘ്രി ചിന്തകന്മാരായി ഞങ്ങൾ ഈ ധാരണാഭാവത്തിലൂടെ ഭക്തിയെ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞല്ലോ അന്തരാർദ്രത, ആ അന്തരാർദ്രതയെ ഉയർത്തിക്കൊണ്ടുവരും. ആർദ്രത ഇല്ലെങ്കിൽ ഈ വക ഭാവങ്ങളൊന്നും സാധിക്കില്ല. അതിനാണ് ആർദ്രതയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് പറയാൻ കാരണം. നമ്മൾ ഭക്തന്മാർ ധാരാളം കാണുന്നുണ്ട്. നമ്മൾ ചിലരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അകത്തിരിക്കുന്ന ഭദ്രകാളിയേക്കാൾ പേടിയാവും ഇവരുടെ മുഖത്തേക്ക് നോക്കിയാൽ. കാരണം എനിക്ക് തോന്നാറുണ്ട്, ഈ ക്ഷേത്ര ദർശനത്തിനൊക്കെ വരുമ്പോൾ ആൾക്കാർ സ്വതവേ എന്തൊരു പ്രൗഢമായിട്ടും എന്തൊരു അഹങ്കാരമായിട്ടുമാണ് വരണത് ആളുകൾ പലപ്പോഴും. അത് മാറി ആർദ്രതാഭാവം വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് ഉണ്ടാവുന്നുള്ളൂ. ആർദ്രീഭാവം, ആർദ്രീകരിക്കുന്ന ഭാവം വളരെ കുറച്ച് ശതമാനം ആളുകളിലെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിന് കാരണം യമനിയമ ആസന പ്രാണായാമങ്ങളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിഷ്ഠ ചെയ്യുന്നില്ല. ഭക്തി എന്നുള്ളതിൻ്റെ ആർദ്രത വരണമെങ്കിൽ ഭക്തിയിലൂടെ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഭാവത്തിലേക്കുള്ള ഒരു ചലനമെങ്കിലും വേണം. മഹാക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ തൊഴുന്നവർ തമ്മിൽ ഇടി. അപ്പോൾ ഒരാളുടെ തള്ളു കിട്ടിക്കഴിഞ്ഞാൽ അയാളെ തുറപ്പിച്ച് നോക്കുന്നു. ഈ തുറപ്പിച്ച നോട്ടം തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെയോ വടക്കുനാഥൻ്റെ മുമ്പിലേക്ക് പോണത്. അവനടക്കം പേടിക്കും. ആ രീതിയിലാണ് നമ്മുടെ നോട്ടം. അങ്ങനെ നോക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചും അങ്ങനെയാണ് നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരാൾ തുറപ്പിച്ച് നോക്കി നമ്മളെ ചിരിക്കാനൊന്നും പോകണില്ലല്ലോ, സ്വാഭാവികമായിട്ട്. ഇവിടെ ആർദ്രത ഉണ്ടാകുന്നില്ല ഭക്തി കൊണ്ട്. പ്രയത്നത അന്തരാർദ്രതാം ഉദ്വഹേമ. പ്രയത്നത എന്നുള്ള പദം അങ്ങോട്ടും നമുക്ക് ഉപയോഗിക്കാം. വളരെ പ്രയത്നത്താൽ ആ അന്ധക്കരണ ആർദ്രത ഞങ്ങൾ ഉദ്വഹേമ കൊണ്ടു നടക്കും. ഏറ്റവും അധികം ഉള്ള വലിയൊരു ഗുണമായി അതിനെ കൊണ്ടു നടക്കും. ഉദ്വഹേമ എന്നുള്ളത് അതാണ്, കൊണ്ടു നടക്കലാണ്. ഏറ്റവും വലിയൊരു ഭാവമായിട്ട്, ഞങ്ങളുടെ സ്വഭാവമായിട്ട് അതിനെ മാറ്റിയെടുക്കും ഞങ്ങൾ. ഭവദംഘ്രി ചിന്തകാഹ. ആരെല്ലാം എന്തെല്ലാം ചെയ്താലും അവരെയൊന്നും ശ്രദ്ധിക്കാതെ അവിടുത്തെ മാത്രം കണ്ടുകൊണ്ട് സമഷ്ടിയായിട്ടും വ്യഷ്ടിയായിട്ടും അവിടുത്തെ പാദങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഞങ്ങളിവിടെ സഞ്ചരിക്കും. ധാരണയുടെ പ്രത്യേകതയാണത്. ധാരണയിലേക്ക് എത്തുമ്പോഴേക്കും, ശരിക്കും പറഞ്ഞാൽ ധാരണയിലേക്ക് എത്തുമ്പോഴേക്കും ഇത് ഭക്തിഭാവത്തിലേക്കാണ് പോണത്. ധാരണ ഭക്തിഭാവമുള്ളവർക്കേ സാധിക്കുള്ളൂ എന്ന് സ്ഥാപിക്കുന്നുണ്ട് ഭട്ടതിരിപ്പാട്. സാധാരണ ധ്യാനമൊക്കെ നമ്മൾ കാണാറുള്ളത് ജ്ഞാനികൾക്കാണ്. ഭക്തന്മാർക്കുള്ള ധ്യാനം ഓരോരുത്തരെ കാണുമ്പോഴുള്ള വന്ദനം തന്നെയാണ്. ജ്ഞാനഭാവത്തിൽ സഞ്ചരിക്കുന്നവർക്കാണ് ധ്യാനമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഈ ധ്യാനത്തിലേക്കുള്ള സ്റ്റെപ്പായിട്ടുള്ള ധാരണ ഒക്കെ എത്തുമ്പോഴേക്കും വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഭക്തി തന്നെയാണ്. അതാണ് ആർദ്രത എന്നുള്ള പ്രയോഗം അവിടെ ശ്രദ്ധിക്കണം. അന്തരാർദ്രത ഉണ്ടായാലേ ധരിക്കാൻ സാധിക്കുള്ളൂ എങ്കിൽ ഭക്തി വേണം ഈ രൂപത്തെ വേണ്ടും വിധം ധരിക്കാൻ എന്ന് ഭട്ടതിരിപ്പാട് ഉറപ്പിച്ച് ഉപദേശിക്കുകയാണ്. അപ്പം ഇത് ഏതു മാർഗമായാലും ആകാശാൽ പതിതന്തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം മാധവം പ്രതി ഗച്ഛതി എന്ന് കേട്ടിട്ടുള്ളത് പോലെ ഓരോ തുള്ളി മഴത്തുള്ളിയും ഏതെങ്കിലും തരത്തിൽ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന ആ ഒരു വാദം പോലെ ഏതൊരാളെ നമസ്കരിച്ചാൽ, ഏത് ഈശ്വരനെ നമസ്കരിച്ചാലും ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏത് മാർഗത്തിലൂടെ ചിന്തിച്ചാലും അത് എത്തിച്ചേരുന്നത് ഭക്തി മാർഗത്തിലാണ്. കാരണം ഭക്തിയിലൂടെ മാത്രമേ
ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ ഭട്ടതിരിപ്പാടിൻ്റെ ഈ ശ്ലോകത്തിലെ പ്രാർത്ഥന. അസ്ഫുടേ വപുഷിതേ പ്രയത്നതഃ, അവിടുത്തെ അസ്ഫുടമായ അസ്പഷ്ടമായ ശരീരത്തിൽ ഞങ്ങളിതാ പ്രയത്നത്താൽ ധാരയേ മധിഷണാം മുഹുർമുഹു, ബുദ്ധിയെ ധരിക്കും അവിടുത്തെ ശരീരത്തിൽ മുഹുർമുഹു, വീണ്ടും വീണ്ടും. തേന ഭക്തിരസമന്തരാർദ്രതാം, അതുകൊണ്ട് ഭക്തിരസവും അന്തരാർദ്രതയും ഏറ്റവും ഉദ്വഹേമ, ഞങ്ങളിതാ വഹിക്കും, എപ്പോഴും കൊണ്ടു നടക്കും. എങ്ങനെ? ഭവദംഘ്രി ചിന്തകാ, അവിടുത്തെ പാദം മാത്രം ചിന്തിക്കുന്നവരായി മാറിയിട്ട്. ഇതാണ് ഈ ശ്ലോകം. 4-ാം ശ്ലോകം ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണ.